നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. 25 അധ്യായങ്ങൾ പൂർത്തിയാക്കി ജില്ലാ കളക്ടറുടെ മുഖാമുഖം പരിപാടി. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഹാപ്പി കേരളം ഹാർമണി 2025 പഞ്ചായത്ത് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. കലാകാരന്മാർക്ക് ക്ഷേമനിധിയും പെൻഷനും കൊണ്ടുവന്നത് കേരളമെന്ന് K. രാധാകൃഷ്ണൻ MP. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി 2024-25 കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. 25 അധ്യായങ്ങൾ പൂർത്തിയാക്കി കളക്ടറുടെ മുഖാമുഖം പരിപാടി. ഓരോ ആഴ്ചയും ബുധനാഴ്ചകളിൽ ഔദ്യോഗിക തിരക്കുകളെ ബാധിക്കാത്ത രീതിയിൽ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവരുമായി സംവദിക്കുന്നതിനും വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിനുമായി നടത്തുന്ന സൗഹൃദ വേദിയാണ് മീറ്റ് യുവർ കളക്ടർ പരിപാടി. മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ 25ാം അധ്യായത്തിൽ പെരിങ്ങണ്ടൂർ പോപ്പോൾ മേഴ്സി ഹോമിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും അതിഥികളായെത്തി. അമേരിക്കയിൽ നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ വോളിബോൾ ഇനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വെങ്കല മെഡൽ നേടിയ PP പ്രിൻസി, സ്പെഷ്യൽ ഒളിമ്പിക്സ് ഇന്ത്യയിൽ ബാസ്കറ്റ്ബോൾ ഇനത്തിൽ സ്വർണം വെള്ളി മെഡലുകൾ നേടിയ അലീന ജോണി, J. ജോയ് എന്നിവരെ അഭിനന്ദിച്ചു. സിവിൽ സർവീസ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്, കളക്ടർക്ക് തങ്ങളെക്കുറിച്ചുള്ള സ്വപ്നം എന്താണ്, മഴക്കാലാവധി നൽകുന്നത് എന്തിനാണ്, കളക്ടറുടെ വിനോദം എന്താണ് തുടങ്ങി നിഷ്കളങ്കമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് പരിപാടി തുടങ്ങിയത്. കുട്ടികളുടെ രസകരമായ ചോദ്യങ്ങൾക്ക് കളക്ടർ മറുപടി നൽകി. തങ്ങളുടെ സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കളക്ടറെ കുട്ടികൾ ക്ഷണിച്ചു. കുട്ടികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ അടങ്ങിയ ഗിഫ്റ്റ് ഹാമ്പർ കളക്ടർക്ക് സമ്മാനിച്ചു. കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. കുട്ടികളുടെ കലാമികവിനെ കളക്ടർ അനുമോദിച്ച് മധുരം വിതരണം ചെയ്തു. സ്കൂളിൽ ഒരു ദിവസം സന്ദർശിക്കാമെന്ന ഉറപ്പോടെ കളക്ടർ മടങ്ങി. 20 വിദ്യാർത്ഥികളോടൊപ്പം സ്കൂൾ ഡയറക്ടറും പ്രിൻസിപ്പലുമായ ഫാദർ ജോൺസൺ അന്തിക്കാട്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് ചിറ്റിലപ്പിള്ളി, അധ്യാപകരായ സിസ്റ്റർ ജാൻസി, സിസ്റ്റർ ജെസ്സി, നവ്യ, റോജ എന്നിവർ പങ്കെടുത്തു. 2024 സെപ്റ്റംബർ മുതൽ 2025 ഫെബ്രുവരി നടന്ന പരിപാടിയിൽ 15 സ്കൂളുകളിൽ നിന്നും 5 കോളേജുകളിൽ നിന്നും 5 വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോഴുള്ള പ്രയാസവും ജീവനക്കാരിൽ നിന്നുള്ള മോശം പെരുമാറ്റവും, സ്പോർട്സ് മേഖലയിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള വികസനം, തൊഴിലിനും പഠനത്തിനുമായി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന പ്രവണത, ടൂറിസം, പൊതുഗതാഗതം, ആരോഗ്യമേഖല എന്നിവിടങ്ങളിൽ വേണ്ട വികസന പ്രവർത്തനങ്ങൾ, സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ട കാര്യങ്ങൾ, ജില്ലാ കളക്ടറായിരിക്കെ നേരിട്ട വിവിധ അനുഭവങ്ങളും വെല്ലുവിളികളും, ഓഫീസിലെ പ്രവർത്തനങ്ങളും വകുപ്പുതല ചർച്ചകളും ചർച്ചാ വിഷയമായി. മീറ്റ് യുവർ കളക്ടറിന്റെ ഫലമായി ഗെറ്റ് സെറ്റ് തൃശൂർ ക്യാമ്പയിനിലൂടെ CSR ഫണ്ട് വഴിയും സ്പോൺസർഷിപ്പിലൂടെയും 8.10 ലക്ഷം രൂപയുടെ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. GHSS ചായ്പൻകുഴി സ്കൂളിന്റെ ലൈബ്രറി വികസനം, ചേർപ്പിന് കമ്പ്യൂട്ടർ വിതരണം, ഗ്രൗണ്ട് വികസനം, ടൂറിസം പ്രപ്പോസൽ തയ്യാറാക്കൽ എന്നിവ നടത്തി. വിദ്യാർത്ഥികൾക്കും സ്ഥാപനങ്ങൾക്കും ചെറിയ വിനോദ പരിപാടികൾ, വയോജനങ്ങൾക്ക് സിനിമാ പ്രദർശനം, ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിന് അതിരപ്പള്ളി ടൂർ, കേരള പോലീസ് അക്കാദമി, സാഹിത്യ അക്കാദമി, മൃഗശാല, മ്യൂസിയം, വാഴാനി ഡാം, വിലങ്ങൻകുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾ, വേലൂർ പഞ്ചായത്തിലെ തളിർ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങി 15ഓളം സ്കൂളുകളിൽ നിന്നായി 350 കുട്ടികളും 5 കോളേജുകളിൽ നിന്നായി 115 വിദ്യാർത്ഥികളുമടക്കം 569 പേർ സംവാദത്തിൽ പങ്കെടുത്തു. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഹാപ്പി കേരളം ഹാർമണി 2025 പഞ്ചായത്ത് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മോഡൽ CDSകളിൽ നടപ്പിലാക്കുന്ന പരിപാടിയാണ് ഹാപ്പി കേരളം.
നടത്തറ പഞ്ചായത്ത് തല ഉദ്ഘാടനം പൂച്ചട്ടി ജൂബിലി മന്ദിരത്തിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. അഭിലാഷ് നിർവഹിച്ചു. വാർഡ് മെമ്പർ ബിന്ദു കാട്ടുങ്ങൽ അധ്യക്ഷയായി. കുടുംബശ്രീ ചെയർപേഴ്സൺ ജീജ ജയൻ, കമ്മ്യൂണിറ്റി കൌൺസിലർ അനിത, എസ്.ഡി. കൺവീനർ ഗീത അരവിന്ദാക്ഷൻ, പഞ്ചായത്ത് അംഗം ബിന്ദു സുരേഷ്, റിസോഴ്സ് പേഴ്സൺ ലിജി എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സമഗ്ര ക്ഷേമവും ഉന്നമനവും ഉറപ്പുവരുത്തി ഓരോ കുടുംബത്തെയും സന്തോഷത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിനു വേണ്ടിയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഹാപ്പി കേരളം നടപ്പിലാക്കുന്നത്. നടത്തറ പഞ്ചായത്ത് 1-ാം വാർഡിൽ 20ഓളം കുടുംബങ്ങൾ പങ്കെടുത്തു. പ്രായഭേദമന്യേ എല്ലാവരെയും പങ്കെടുപ്പിച്ച് കലാവിനോദ മത്സരങ്ങളും സംഘടിപ്പിച്ചു. CDS അംഗങ്ങൾ, റിസോഴ്സ് പേഴ്സൺമാർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. അടിസ്ഥാന സൗകര്യമായാലും അതുപോലെ തന്നെ അംഗബലത്തിലായാലും അതുപോലെ ആളുകളുടെ സംഘടനത്തിലായാലും എല്ലാ കാര്യത്തിലും കുടുംബശ്രീയോടൊപ്പം നമ്മൾ വാർത്തമാണ്. അതിൻ്റെ ADS ഓഫീസായിരിക്കുമ്പോൾ നമ്മളിന്ന് മീറ്റിംഗ് കൊടുക്കുന്ന ഈ ഹാളായ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വാർത്തകൾ. അത് മാത്രമല്ല ഈ നിറഞ്ഞ സദസ്സ്, എന്ത് പരിപാടി പറഞ്ഞാലും വന്നു ചേരാനുള്ള ഈ നിറഞ്ഞ സദസ്സ്. അപ്പൊ അത്തരത്തിലുള്ളൊരു പരിപാടി ആവിഷ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാർഡ് തെരഞ്ഞെടുത്തതിൽ പ്രത്യേകം അഭിനന്ദിക്കാം. പിന്നെ നമ്മുടെ ഈ ലക്ഷ്യം ഇതിങ്ങനെ പഞ്ചായത്ത് തലത്തിൽ ഓരോ വാർഡ് തലത്തിലും ഇതുപോലുള്ള ഹാപ്പിനെസ് സെന്ററുകൾ നടത്തി നമ്മൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രവർത്തനങ്ങൾ പറഞ്ഞ പോലെ തന്നെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബശ്രീ ചെയ്യുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നിരവധിയായ അയൽക്കൂട്ടത്തിന്റെ ഭാഗമായിട്ട് ഓരോ മിഷനുകളും, ഉപജീവന മിഷനായാലും ശരി, CF ലോണായാലും ശരി, ഇപ്പൊ 2 ദിവസം മുന്നേ നമ്മുടെ വലക്കാവ് താഴെക്കൊണ്ട് ഭാഗത്ത് നമ്മൾ തണ്ണിമത്തൻ കൃഷി, ആ ഓരോ സീസൺ അനുസരിച്ച് നമ്മുടെ വിഷുവിന് വെള്ളരിക്കാൻ അവർ കൃഷി മേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലായാലും ശരി, ഇതുപോലെ സാമൂഹികമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിലായാലും ശരി നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മുടെ നടത്തറ CDS നേടിയെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ മോഡൽ CDS ആയിരുന്നു 14 ജില്ലകളിലും ഈ പറഞ്ഞ ഒരു മോഡൽ CDS ആണ് നടത്തറ ജില്ല, നമ്മുടെ നടത്തറ പഞ്ചായത്തിന്റെ CDS. അതുകൊണ്ടാണ് ഈ 150-ലേറെ മോഡൽ CDSകളിൽ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ നമ്മുടെ ഈ പഞ്ചായത്തും ഈ പറഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടാൻ കാരണമായിരുന്നു. കലാകാരന്മാർക്ക് ക്ഷേമനിധിയും പെൻഷനും കൊണ്ടുവന്നത് കേരളമെന്ന് K. രാധാകൃഷ്ണൻ MP. കലാമണ്ഡലം ഫെലോഷിപ്പ് എൻഡോമെന്റ് അവാർഡുകൾ വിതരണം ചെയ്തു. കലാകാരന്മാർക്ക് ക്ഷേമനിധിയും പെൻഷനും ഏർപ്പെടുത്താൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളമെന്ന് K. രാധാകൃഷ്ണൻ പറഞ്ഞു. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ 2023-ലെ ഫെലോഷിപ്പ് എൻഡോമെന്റ് അവാർഡുകൾ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലാകാരന്മാരുടെ ക്ഷേമത്തിനു വേണ്ടി താൻ സ്പീക്കറായ ഘട്ടത്തിലാണ് ബിൽ ഒപ്പുവെച്ചതെന്ന് MP ഓർമ്മിപ്പിച്ചു. നിരവധി വിദേശ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു പഠിച്ച സ്ഥാപനമാണ് കേരള കലാമണ്ഡലം. കേരളത്തിന്റെ സാംസ്കാരിക സർവകലാശാലയായി മാറേണ്ട ആവശ്യമുണ്ട്. അവാർഡുകൾ നേടിയ എല്ലാ കലാകാരന്മാർക്കും ആശംസകൾ അറിയിച്ചു. കലാകാരന്മാർക്കായി ഏർപ്പെടുത്തിയ 50,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങിയ ഫെലോഷിപ്പുകളായ കക്കാട് കാരണവപ്പാട് ഫെലോഷിപ്പ് ചെണ്ട, സദനം വാസുദേവൻ, തകഴി കുഞ്ചുകുറുപ്പ് ഫെലോഷിപ്പ് കഥകളി, കലാമണ്ഡലം KG വാസുദേവൻ എന്നിവർക്ക് MP സമ്മാനിച്ചു. പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച മോഹിനിയാട്ടം നർത്തകി, കലാക്ഷേത്ര വിലാസിനിക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് നൽകുന്ന കലാമണ്ഡലം അവാർഡ് പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ അധ്യക്ഷനായി. വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് അവാർഡുകൾ UR പ്രദീപ് MLA വിതരണം ചെയ്തു. പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി വിശിഷ്ടാതിഥിയായി. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. നിർമ്മലാദേവി, കലാമണ്ഡലം ഭരണസമിതി അംഗം രവീന്ദ്രനാഥൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. ഡെപ്യൂട്ടി രജിസ്ട്രാർ ഷാജി സാമുവേൽ നന്ദി രേഖപ്പെടുത്തി. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ
0487-237-2374. മൊബൈൽ 790227-2374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി 2024-25 കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം പുന്നംപറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ വെച്ച് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ വിതരണം ചെയ്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമാലക്ഷ്മി അധ്യക്ഷയായി. മെമ്പർമാരായ PT മണികണ്ഠൻ, AR കൃഷ്ണൻകുട്ടി, നിർവഹണ ഉദ്യോഗസ്ഥ ഡയറി ഫാം ഇൻസ്ട്രക്ടർ അനില PR, തെക്കുംകര പഞ്ചായത്തിലെ ക്ഷീരസംഘങ്ങളിലെ പ്രസിഡന്റുമാർ, ഭരണസമിതി അംഗങ്ങൾ, ക്ഷീരസംഘം ജീവനക്കാർ, ക്ഷീര കർഷകർ എന്നിവർ പങ്കെടുത്തു. മഹാത്മാഗാന്ധിയുടെ സഹധർമ്മിണിയും ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനിയുമായ കസ്തൂർബ ഗാന്ധിയുടെ 81ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കസ്തൂർബ ഗാന്ധി സ്മാരക ദേശീയ ട്രസ്റ്റ് കേരള ആസ്ഥാനമായി നെടുപുഴ കസ്തൂർബ കേന്ദ്രത്തിൽ അനുസ്മരണ പരിപാടികൾ നടന്നു. കസ്തൂർബ ഗാന്ധി സ്മാരക ട്രസ്റ്റ് കേരള പ്രതിനിധി TS ലേഖ ടീച്ചർ പതാക ഉയർത്തി. സർവമത പ്രാർത്ഥന, പുഷ്പാർച്ചന, കസ്തൂർബ ഗീതം, ആലാപനം, സുഹൃത്ത് സംഗമം എന്നിവ നടന്നു. നെടുപുഴ കസ്തൂർബ മാതൃസദനത്തിൽ സർവോദയ ദർശൻ ചെയർമാൻ M. പീതാംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രതിനിധി TS ലേഖ അധ്യക്ഷയായി. സർവോദയ മണ്ഡലം നിവേദക് PS സുകുമാരൻ, ഗാന്ധി ദർശൻ കൺവീനർ VI ജോൺസൺ, P. സുധാകുമാരി, വിജയകുമാരി അമ്മ എന്നിവർ പ്രസംഗിച്ചു. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളുടെ മണ്ഡലം തല ഉദ്ഘാടനം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ നിർവഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. മതസൌഹാർദ്ദ സദസ്സിന് കുഞ്ഞിക്കോയ തങ്ങൾ, ഫാദർ തോമസ് പുലയത്ത്, ശാസ്തംപാട്ട് കുലപതി മച്ചാട് സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി. നേതാക്കളായ K. ഗോപാലകൃഷ്ണൻ, NR സതീശൻ, PG ജയദീപ്, അനൂപ് തോമസ്, ജോയ് തേർമഠം, ഷൈജു കളരിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. PV ഹസനാർ സ്വാഗതവും ജോഷി കല്ലിയേൽ നന്ദിയും അറിയിച്ചു. ബുദ്ധിമുട്ടുകളെ കുറിച്ച് പരസ്പരം സംവദിക്കുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കുറെ നേരം ചെലവഴിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒത്തുകൂടുന്നത്. ഒപ്പം
അനിവാര്യമായ മതേതര സംവിധാനങ്ങളുടെ മതേതര സദസ്സ് എല്ലാവരും ഒന്നാണ് എന്നുള്ള വലിയ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് മതേതര സദസ്സും നമ്മൾ സംഘടിപ്പിക്കും. ഒപ്പം ഈ പ്രദേശത്ത് വ്യത്യസ്തമായ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രിയപ്പെട്ട കായിക താരങ്ങളെ, കലാകായിക താരങ്ങളെ, വിദ്യാഭ്യാസ പ്രതിഭകളെ, അതുപോലെ വ്യത്യസ്തമായ മേഖല കഴിവ് തെളിയിച്ച എല്ലാവരെയും ആദരിക്കുന്ന ചടങ്ങും നമ്മളിവിടെ സംഘടിപ്പിക്കുക. വളരെ വിശദമായി ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വർഗീയ വിഘടന വിധ്വംസ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്താൻ നമുക്ക് യോജിച്ച് മുന്നേറണം എന്നുള്ള വലിയൊരു മുദ്രാവാക്യവുമായി നമ്മളിങ്ങനെ ഒത്തുകൂടുമ്പോൾ എനിക്ക് ശേഷം പ്രിയങ്കരനായ ഫാദർ തോമസ് കൊലയത്തും എന്റെ അടുത്ത സുഹൃത്തും പശുവിനെ വിറ്റ വകയിൽ കിട്ടിയ പണം വയോധികനിൽ നിന്ന് കവർച്ച ചെയ്ത പ്രതി റിമാൻഡിൽ. പോട്ട സ്വദേശിയായ 75 വയസ്സുള്ള പീതാംബരൻ എന്നയാൾ പശുക്കൾക്ക് കാലിത്തീറ്റ വാങ്ങിക്കാൻ ചാലക്കുടി പോട്ട ഫ്ലൈഓവറിനടുത്ത് കാറ് പാർക്ക് ചെയ്തപ്പോൾ പെട്ടെന്നൊരാൾ കാറിനുള്ളിലേക്ക് അതിക്രമിച്ചു കടന്ന് കഴുത്തിൽ കത്തിവച്ച് ഭീഷണിപ്പെടുത്തി കാറിന്റെ ഡാഷ്ബോർഡ് പൊട്ടിച്ച് പശുവിനെ സൂക്ഷിച്ച വകയിൽ നിന്ന് 25,500 രൂപ കവർച്ച ചെയ്തു. പ്രതിയായ ചാലക്കുടി പോട്ട സ്വദേശി തോട്ടപ്പറമ്പിൽ ബൈജു എന്നയാളെ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK-യുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. ബൈജുവിന്റെ പേരിൽ ചാലക്കുടിയിൽ 2003-2006 വർഷങ്ങളിൽ കവർച്ച കേസും മോഷണ കേസുകളും അടിപിടി കേസുമടക്കം 6ഓളം ക്രിമിനൽ കേസുകളുണ്ട്. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നീരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. മാന്നാമംഗലം സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ 65ാമത് തിരുനാൾ ആഘോഷിച്ചു. ഫെബ്രുവരി 22, 23 ശനി ഞായർ തീയതികളിലായിരുന്നു തിരുനാൾ ആഘോഷം. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന, വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ കുരിശിനടിയിലേക്ക് വാദ്യമേളത്തോടെ തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടത്തി. ഞായറാഴ്ച പ്രഭാത പ്രാർത്ഥനയെ തുടർന്ന് ആഘോഷമായ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഫാദർ ജോർജ് കണ്ടത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികനായി. ഫാദർ പൗലോസ് പരിയാരത്ത്, ഫാദർ ജോസഫ് കുടിലിൽ എന്നിവർ സഹകാർമ്മികരായി. പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, നേർച്ച വിതരണം എന്നിവയും നടത്തി. പള്ളി വികാരി ഫാദർ ക്ലീറ്റസ് കിഴക്കൂടൻ, കമ്മിറ്റി സെക്രട്ടറി അമൽ റജി പുറ്റാനിയിൽ, ട്രസ്റ്റി ഏലിയാസ് വട്ടോടം തടയിൽ, ജിജു പുളിഞ്ചോട്ടിൽ, ഷിജു തച്ചാമറ്റം, സണ്ണി മാങ്കുന്നേൽ, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. Praise
ആവേശത്തിരയിളക്കി കാണികളെ കയ്യിലെടുത്ത് അരവിന്ദന്റെ സംഗീതരാവ് കുമരനെല്ലൂർ പൂരനിലാവിൽ. കുമരനെല്ലൂർ ദേശത്തിന്റെ പൂരനിലാവിന്റെ 4ാം ദിവസം ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ജേതാവ് അരവിന്ദ് ദിലീപ് നായർ തന്റെ സംഗീതധാര കൊണ്ട് കാണികളെ ഹരം കൊള്ളിച്ചു. മെലഡി ഗാനങ്ങളിൽ തുടങ്ങി സെമി ക്ലാസിക്കലും കഴിഞ്ഞ് അടിപൊളി ഗാനങ്ങളിലെത്തിയപ്പോൾ യുവനിരയും കുട്ടികളും ആനന്ദത്തിലായി. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. AK സതീഷ് കുമാർ അധ്യക്ഷനായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഉദയകുമാർ മുഖ്യാതിഥിയായി. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ വിജയി അരവിന്ദ് ദിലീപ് നായരെയും അച്ഛൻ ദിലീപ് നായരെയും മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഉത്രാളിക്കാവ് ക്ഷേത്രം ഓഫീസർ G ശ്രീരാജ്, പൂരക്കമ്മിറ്റി ഭാരവാഹികളായ K ബാലകൃഷ്ണൻ, PA ബിപിൻ, AP ജനാർദ്ദനൻ, V ശ്രീധരൻ, KR രമേശ്, വാസുദേവൻ കൈറാട്ട് എന്നിവർ സന്നിഹിതരായിരുന്നു. മണിമുത്തും പൊന്നിന്റെ ഉറവാറും കല്ലോ മരുഭൂവിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ അവന്റെ മുഖിലോ
പ്രധാന വാർത്തകൾ വീണ്ടും. 25 അധ്യായങ്ങൾ പൂർത്തിയാക്കി ജില്ലാ കളക്ടറുടെ മുഖാമുഖം പരിപാടി. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഹാപ്പി കേരളം ഹാർമണി 2025ന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. കലാകാരന്മാർക്ക് ക്ഷേമനിധിയും പെൻഷനും കൊണ്ടുവന്നത് കേരളമെന്ന് കെ രാധാകൃഷ്ണൻ MP. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി 2024-25 കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.